ഹലോ, ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് AVL ട്രീയിലെ നോട്ട്സിനെ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻസേർഷൻ ഓഫ് നോട്ട്സ് ഇൻ ടു ആൻ AVL ട്രീ, അല്ലെങ്കിൽ ഹൗ ടു കൺസ്ട്രക്ട് ആൻ AVL ട്രീ. ഈ കാര്യം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോട്ട്സിനെ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഓരോ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഹൈറ്റ് ഇൻബാലൻസ് വരാം. AVL ട്രീ എന്ന് പറഞ്ഞത് ഒരു ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ ആണ്. അപ്പോൾ ഹൈറ്റ് ബാലൻസ്ഡ് ട്രീയിൽ നോട്ട്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഹൈറ്റിൽ വരുന്ന ഇൻബാലൻസ് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് അപ്പം തന്നെ നമുക്ക് ആ ഇൻബാലൻസ് കറക്റ്റ് ചെയ്ത് പോകണം. അങ്ങനെ ആ ഇൻബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AVL റൊട്ടേഷൻസ് ഉപയോഗിക്കുന്നത്. ആ 4 റൊട്ടേഷൻസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു. LR, RL ആൻഡ് RR. ഈ 4 റൊട്ടേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് ഇവിടെ ഈ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഈ നോട്ട്സിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു AVL ട്രീ കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്ന നോഡ് 50 ആണ്. ആദ്യം നമുക്ക് ഇൻസേർട്ട് 50. ഓരോ നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്തിട്ട് ഈ 3 വാല്യൂ -1, 0, 1 ഇതിലേതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ബാലൻസ് ഫാക്ടർ വരാവുള്ളൂ. കാരണം എന്താ, അതും ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്, മാക്സിമം ഹൈറ്റ് ഡിഫറൻസ് 1 വരാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാലൻസ് ഫാക്ടറിൻ്റെ വാല്യൂ ഇത് തന്നെയാണോ നമ്മൾ ചെക്ക് ചെയ്യണം. അല്ല എങ്കിൽ നമ്മൾ റൊട്ടേഷൻ ചെയ്യണം. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസേർട്ട് 50 നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യണം. 50 ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത 50 ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. ബാലൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ. ഇവിടെ ലെഫ്റ്റ് സബ് ട്രീയും ഇല്ല, റൈറ്റ് സബ് ട്രീയും ഇല്ല. അപ്പോൾ 0 - 0, ബാലൻസ് ഫാക്ടർ ഈസ് 0. അപ്പോൾ നമ്മൾ 50 ഇൻസേർട്ട് ചെയ്ത് കഴിയും. ഇനി അടുത്ത് നമുക്ക് 60 ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് 60. ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആണ്. ബൈനറി സെർച്ച് ട്രീ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ 50 എന്ന് പറയുന്ന നോഡിലെ അടുത്ത നോഡ് 60 എന്ന് പറയുന്ന നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം റൂട്ട് 50 ആണ്. റൂട്ട് 50 ആകുമ്പോൾ 60യെക്കാട്ടിയും ലെസ് ആണോ ഗ്രേറ്റർ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഗ്രേറ്റർ ആണെങ്കിൽ റൈറ്റ് സൈഡിലും, ലെസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും. ഗ്രേറ്റർ ആണെങ്കിൽ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ 60 ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡിലാണ്. അപ്പോൾ 60 നമ്മൾ 50യുടെ റൈറ്റ് സബ് ട്രീ ആയിട്ട് ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. 60ക്ക് റൈറ്റും ഇല്ല, ലെഫ്റ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാലൻസ് ഫാക്ടർ 0. 50യുടേതാകുമ്പോഴോ ലെഫ്റ്റ് 0 ആണ്, റൈറ്റ് 1 ആണ്. അപ്പോൾ 0 - 1 = -1. ഇനി അടുത്ത് നമുക്ക് 70 ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് 70. 50, 60 ഇതാണ് നമ്മൾ പ്രീവിയസ് ട്രീ. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് 60 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് 70 ഇൻസേർട്ട് ചെയ്യണം. 70 എവിടെ ഇൻസേർട്ട് ചെയ്യും? 50 ആയിട്ട് കമ്പയർ ചെയ്യാം, റൂട്ടുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി റൂട്ടിൻ്റെ റൈറ്റിലാണെന്ന്. റൂട്ടിൻ്റെ റൈറ്റിൽ വേറൊരാളുണ്ട് 60. ഇനി 60 ആയിട്ട് കമ്പയർ ചെയ്യുക. 60യെക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ 60ൻ്റെയും റൈറ്റിൽ, അപ്പോൾ 70. ഓക്കെ, ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. 70ക്ക് 0, 60ക്ക് ആകുമ്പോഴോ ലെഫ്റ്റ് 0, റൈറ്റ് 1. അപ്പോൾ 0 - 1 എന്ന് പറയുമ്പോൾ -1. 50 ആകുമ്പോൾ 50യുടെ ലെഫ്റ്റിൻ്റെ ഹൈറ്റ് 0, റൈറ്റിൻ്റെ ഹൈറ്റ് 2. അപ്പോൾ 0 - 2 എന്ന് പറയുമ്പോഴത്തേക്ക് -2. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 80 ഇൻസേർട്ട് ചെയ്യാം. 80 ഇൻസേർട്ട് ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ഇവിടെ -2 ആണ്. -2 എന്ന് പറയുന്നത് ഒരു ഇൻബാലൻസ് ആണ്. അപ്പോൾ ആ ഇൻബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യണം. 50യിലാണ് ആ ഇൻബാലൻസ് വന്നിരിക്കുന്നത്. 50യിൽ ആ ഇൻബാലൻസ് വരാൻ കാരണം ആരാണ്? 50യുടെ റൈറ്റുള്ള ഈ 60യും 60യുടെ റൈറ്റുള്ള ഈ 70യുമാണ് കാരണം. അതായത് റൈറ്റ് ഇൻബാലൻസ്, RR ഇൻബാലൻസ്. അപ്പോൾ നമ്മൾ RR റൊട്ടേഷൻ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ RR റൊട്ടേഷൻ എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ റൊട്ടേഷൻ അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുക. 60, 50, 70. മീഡിയൻ റൂട്ടാകും. ലെസ് ആയിട്ടുള്ളത് ലെഫ്റ്റിൽ പോകും, ഗ്രേറ്റർ ആയിട്ടുള്ള റൈറ്റിൽ പോകും. ഇനി ഇതിൻ്റെ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യാം. 50ക്കും 70ക്കും ബാലൻസ് ഫാക്ടർ 0. 60ക്ക് ആകുമ്പോൾ ഹൈറ്റ് 1 - 1. 1 - 1 = 0. ഇനി അടുത്ത 7 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് 80 ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് 80. ഓക്കെ, 80 എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പ്രീവിയസ് ട്രീ അതുപോലെ വരയ്ക്കാം. 50 and 70.
ഇനി 80 എന്ന് പറയുന്നത് 60യെക്കാട്ടിയും ഗ്രേറ്റർ ആണ്. 60യെക്കാട്ടിയും ഗ്രേറ്റർ ആകുമ്പോൾ 60യുടെ റൈറ്റിൽ വരും. 60യുടെ റൈറ്റിൽ 70 ഉണ്ട്. 70യെക്കാട്ടിയും ഗ്രേറ്റർ ആകുമ്പോൾ 70യുടെ റൈറ്റിൽ വരും. അതായത് ഇവിടെ 80 വന്നു. ഇനി ഇതിൻ്റെ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യാം. 0 0 70 0 -1 60 ആകുമ്പോഴോ ഹൈറ്റ് 1, ലെഫ്റ്റിൽ ഹൈറ്റ് 1, റൈറ്റിൽ ഹൈറ്റ് എത്രയാ 1 2. 1 - 2 എന്ന് പറയുമ്പോൾ -1 -1 0 -1 0. ബാലൻസ് ഫാക്ടറിൻ്റെ ഒരു പ്രശ്നമില്ല. ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രശ്നമൊന്നുമില്ല. 8 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത് 79. ഇൻസേർട്ട് 79. 79 ഇൻസേർട്ട് ചെയ്യാം. 60 50 70 80 79 നമുക്ക് എവിടെ ഇൻസേർട്ട് ചെയ്യാം? 60യെക്കാട്ടിയും ഗ്രേറ്റർ ആണ്. അപ്പോൾ 60യുടെ റൈറ്റിൽ 70 ഉണ്ട്. 70യെക്കാട്ടിയും ഗ്രേറ്റർ ആണ്. അപ്പോൾ 70ൻ്റെ റൈറ്റിൽ 70ൻ്റെ റൈറ്റിൽ വേറൊരാളുണ്ട് 80. 80നെക്കാട്ടിയും ലെസ് ആണ്. അപ്പോൾ 80യുടെ ലെഫ്റ്റിൽ. അപ്പോൾ 79 ഇവിടെ. ഇനി നമുക്ക് ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. 0 0 80യുടെ ആകുമ്പോൾ 1 -0. അപ്പോൾ 1. 70യുടെ ആകുമ്പോഴോ 70യുടെ ലെഫ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0. റൈറ്റിൽ വരുമ്പോൾ 1 2. രണ്ട് ഹൈറ്റാണ്. 0 - 2 = -2. ഇനി 60യിലെ വരുമ്പോഴോ 60യുടെ ലെഫ്റ്റിലത്തെ ഹൈറ്റ് 1, റൈറ്റിലത്തെ ഹൈറ്റോ 1 2 3. 1 - 3 = -2. അപ്പോൾ ഇൻബാലൻസ് എവിടെയൊക്കെ ഉണ്ട്? 60യിലും ഉണ്ട് 70യിലും ഉണ്ട്. രണ്ട് സ്ഥലത്ത് ഇൻബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യണം. പക്ഷേ ഏതെങ്കിലും ഒരു ഇൻബാലൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റേ ഇൻബാലൻസ് തനിയെ കറക്റ്റ് ആയിക്കോളും. അതാണ് ഇതിൻ്റെ പിന്നിലെ വേറൊരു കാര്യം. അപ്പം നമ്മൾ ഈ ഏത് ഇൻബാലൻസ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ലീഫിൽ നിന്ന് മുകളിലേക്ക് നോക്കണം. ലീഫിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഇൻബാലൻസ് ഏതാ? ലീഫിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഇൻബാലൻസ് ഇവിടെയാണ്. -2ലുള്ള 70യിലുള്ള ഇൻബാലൻസ് ആണ്. അപ്പോൾ ഈ ഇൻബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഇൻബാലൻസ് ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 70യിൽ ഇൻബാലൻസ് വരാനുള്ള കാരണം ആരാ? റൈറ്റിലുള്ള നോഡും ആ റൈറ്റിൻ്റെ ലെഫ്റ്റിലുള്ള നോഡും അതിൻ്റെ ലെഫ്റ്റിലുള്ള നോഡും, അതായത് RL ഇൻബാലൻസ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? RL റൊട്ടേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ RL റൊട്ടേഷൻ ചെയ്തു. അപ്പോൾ 60 50 79 റൂട്ടാകും. 79ൻ്റെ ലെഫ്റ്റിൽ 70യും റൈറ്റിൽ 80യും. ഇനി ഇതിൻ്റെ ബാലൻസ് ഫാക്ടർ നോക്കാം. 0 0 0 1 - 1 0. ഇനി 60യുടെ നോക്കുമ്പോഴോ ഈയുടെ ഹൈറ്റ് 1 റൈറ്റിലെ ഹൈറ്റോ ഈ ഹൈറ്റ് നമുക്ക് നോക്കാം. മാക്സിമം ഹൈറ്റ് ഏതാണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ രണ്ടും 2 ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതി. 1 - 2 = -1. ഇൻബാലൻസ് ഇല്ല. നമ്മൾ ഏത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു? 79 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 78 ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് 78. പ്രീവിയസ് ട്രീ ഫസ്റ്റ് നമുക്ക് അതുപോലെ വരയ്ക്കാം. 79 70 80 78 ഇൻസേർട്ട് ചെയ്യാം. 78 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റൂട്ട് നോക്കുക. റൂട്ടിനേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ റൈറ്റിലാണ്. അപ്പോൾ ഇവിടെ 79 ഉണ്ട്. 79നെക്കാട്ടിയും ചെറുതാണ്. അപ്പോൾ 79ൽ ലെഫ്റ്റിലേക്ക് നോക്കുക. അപ്പോൾ വേറൊരാളുണ്ട് അവിടെ 70യും 78 കൂടെ കമ്പയർ ചെയ്യുക. അപ്പോൾ 70യെക്കാട്ടിയും ഗ്രേറ്റർ ആയതുകൊണ്ട് 70ൻ്റെ റൈറ്റിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. ലീഫിൻ്റെ ബാലൻസ് ഫാക്ടർ 0 ആയിരിക്കും. ഇനി 70ൻ്റെ ബാലൻസ് ഫാക്ടർ നോക്കുമ്പോഴോ 70ൻ്റെ ലെഫ്റ്റ് ട്രീ 0 ആണ്. ലെഫ്റ്റ് ട്രീയുടെ ഹൈറ്റ് 0 ആണ്. റൈറ്റ് ട്രീയുടെ ഹൈറ്റ് 1 ആണ്. അപ്പോൾ 0 - 1 0 - 1 = -1. ഇനി 79 നോക്കുമ്പോൾ ലെഫ്റ്റിൻ്റെ ഹൈറ്റ് 2, റൈറ്റിൻ്റെ ഹൈറ്റ് 1. അപ്പോൾ 2 - 1 = 1. ഇനി 60 നോക്കുമ്പോഴോ 60യുടെ ലെഫ്റ്റിൻ്റെ ഹൈറ്റ് 1, റൈറ്റിൻ്റെ ഹൈറ്റോ 1 2 3. അപ്പോൾ 1 - 3 = -2. ഓക്കെ, ഇനി ഇൻബാലൻസ് ഉണ്ടോ നോക്കണം. ഇൻബാലൻസ് ഉണ്ടോ? ഉണ്ട്. 60യിൽ -2 ആണ് ബാലൻസ് ഫാക്ടർ വന്നിരിക്കുന്നത്. അതൊരു ഇൻബാലൻസ് ആണ്. അപ്പോൾ 60യിൽ ഏത് ഇൻബാലൻസ് ആണെന്ന് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് റൊട്ടേഷൻ ചെയ്യുക. ഇൻബാലൻസ് വരാൻ കാരണം ആരാ? റൈറ്റിലത്തെ നോഡും അതിൻ്റെ ലെഫ്റ്റിലത്തെ നോഡും. RL ഇൻബാലൻസ്. ആകുമ്പോൾ എങ്ങനെയാണ് റൊട്ടേഷൻ ചെയ്യുക? RL റൊട്ടേഷൻ ചെയ്യണം.
RL റൊട്ടേഷൻ ചെയ്യാം. 70 റൂട്ടാകും. 70 റൂട്ടാകുമ്പോൾ 60 എങ്ങോട്ടാണ് പോവുക? 70 60 ലെസ്സാണ്. അപ്പോൾ 60 ഇതിൻ്റെ ലെഫ്റ്റിൽ പോകും. 60 ഇതിൻ്റെ ലെഫ്റ്റിൽ പോകും. 50 60യുടെ ലെഫ്റ്റിൽ പോകും. 79 70യുടെ റൈറ്റിലാകും. ആൻഡ് 78 79ൻ്റെ ലെഫ്റ്റിൽ പോകും. ആൻഡ് 80 79ൻ്റെ റൈറ്റിലാകും. ഇനി ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യാം. ലീഫിൻ്റെ ബാലൻസ് ഫാക്ടർ 0. ഇതിൻ്റെ 60ലേതാകുമ്പോൾ ലെഫ്റ്റ് 1, റൈറ്റിൽ 0. 1 - 0 ആകുമ്പോൾ 1. 79ലേതാകുമ്പോഴോ 1 - 1 0. 70 നോക്കുമ്പോൾ 2. ഇവിടെ ലെഫ്റ്റിൽ ഹൈറ്റ് എത്രയാണ്? 2. റൈറ്റിൽ ഹൈറ്റ് എത്രയാണ്? 2. 2 - 2 = 0. അപ്പോൾ ബാലൻസ് ഫാക്ടറൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ 78 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ 78 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് 76 ആണ്. 76 ഇൻസേർട്ട് ചെയ്യാം. 76 നോക്കുക. 76 ഈസ് ഗ്രേറ്റർ ദാൻ 70. അപ്പോൾ 70യുടെ റൈറ്റിൽ വരും. 70യുടെ റൈറ്റിൽ 79 ആണ്. 79നെക്കാട്ടിയും ലെസ്സാണ് 76. അപ്പോൾ നമ്മൾ 79ൻ്റെ ലെഫ്റ്റിലായിരിക്കും ഇൻസേർട്ട് ചെയ്യുക. ലെഫ്റ്റിൽ 78 ഉണ്ട്. 78നെക്കാട്ടിയും ലെസ്സാണ് 76. അപ്പോൾ 78ൻ്റെ ലെഫ്റ്റിലായിരിക്കും ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ 70 60 79 50 78 80. 76 78നെക്കാട്ടിയും ലെസ് ആയതുകൊണ്ട് 78ൻ്റെ ലെഫ്റ്റിൽ 76 ഇൻസേർട്ട് ചെയ്തു. ഇനി ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യാം. ലീഫിൻ്റെ ബാലൻസ് ഫാക്ടർ 0. 78 എന്ന് പറയുമ്പോൾ 1 - 0. അപ്പോൾ 1. 80ൻ്റെത് 0. 79ൻ്റെ നോക്കുമ്പോൾ ലെഫ്റ്റിൻ്റെ ഹൈറ്റ് 2. 2 - 1. 2 - 1 ആകുമ്പോൾ 1. ഇനി 60ൻ്റെത് ആകുമ്പോൾ 1 - 0 1. ഇനി 70ൻ്റെ നോക്കുമ്പോൾ 2 - 3. 2 - 3 = -1. അപ്പോൾ 76 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇൻബാലൻസുകളൊന്നുമില്ല. നമുക്ക് അടുത്ത വാല്യൂ 75 ഇൻസേർട്ട് ചെയ്യാം. 76 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വാല്യൂ 75 ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് 75. 70 പ്രീവിയസ്ലി അതുപോലെ ഫസ്റ്റ് നമുക്ക് വരയ്ക്കാം. 50 79 78 76 80. 75 നമുക്ക് എവിടെ ഇൻസേർട്ട് ചെയ്യാം? 70ക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് 70ൻ്റെ റൈറ്റിൽ, 79നെക്കാളും ലെസ് ആയതുകൊണ്ട് 79ൻ്റെ ലെഫ്റ്റിൽ, 78നെക്കാട്ടി ലെഫ്റ്റ് ആയതുകൊണ്ട് 78ൻ്റെ ലെഫ്റ്റിൽ, 78ൻ്റെ ലെഫ്റ്റിൽ 76 ഉണ്ട്. 76നെക്കാളും ലെസ് ആയതുകൊണ്ട് 76ൻ്റെ ലെഫ്റ്റിൽ 75. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യാം. ലീഫ് നോഡിൻ്റെ ബാലൻസ് ഫാക്ടർ 0. 76 ആകുമ്പോൾ 1 - 0. 1 - 0 1. 78ൻ്റെ ആകുമ്പോഴോ ലെഫ്റ്റിൻ്റെ ഹൈറ്റ് 2, റൈറ്റിൻ്റെ ഹൈറ്റ് 0. 2 - 0 2 - 0 is 2. 79 ആകുമ്പോഴോ ഇവിടെ ലെഫ്റ്റിൻ്റെ ഹൈറ്റ് 3. 3 - 1 = 2. ഇനി 70 നോക്കാം. 70 എന്ന് പറയുമ്പോൾ 70ൻ്റെത് ലെഫ്റ്റിലെ ഹൈറ്റ് 2, റൈറ്റിലെ മാക്സിമം ഹൈറ്റ് എത്രയാണ്? 1 2 3 4. 2 - 4 = -2. ഇവിടെ ഒരുപാട് ഇൻബാലൻസ് വരുന്നുണ്ട്. ഇവിടെ ഇൻബാലൻസ് ആണ്, ഇവിടെ ഇൻബാലൻസ് ആണ്, ഇവിടെ ഇൻബാലൻസ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻബാലൻസ് എവിടെയാണ് കറക്റ്റ് ചെയ്യുക? താഴെ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് എവിടെയാണെന്ന് നോക്കും. ഇവിടെ 78ൽ ഇൻബാലൻസ് ആണ് ആദ്യം കാണുന്നത് 2. അത് നമുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഇത് ഏത് ഇൻബാലൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ലെഫ്റ്റും ഇതിൻ്റെ ലെഫ്റ്റും LL ഇൻബാലൻസ് ആണ് പ്രശ്നം എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? LL റൊട്ടേഷൻ ചെയ്യും. ഇത് ഇത്രയത്തിൻ്റെ LL റൊട്ടേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ 70 60 50 79 70ൻ്റെ റൈറ്റിൽ 80. ഇതിനെയാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ LL റൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ മീഡിയൻ എലമെൻറ്റ് ഇത്രയും കാര്യങ്ങളുടെ പാരൻ്റ് ആകും, ബാക്കിയുള്ളത് ചൈൽഡ് ആകും. 76 റൊട്ടേഷൻ ഈസ് ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് സെക്ഷൻ. 76 റൂട്ടായി, 75 ലെഫ്റ്റായി, 78 റൈറ്റായി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ബാലൻസ് ഫാക്ടർ 0.
ലീഫിൻ്റെത് 0, 76ൻ്റെ ആകുമ്പോൾ 1 - 1 0, 79ൻ്റെത് 2 - 1 2 - 1 അപ്പോൾ 1. ഇനി 70ൻ്റെ നോക്കുമ്പോൾ ലെഫ്റ്റിൻ്റെ ഹൈറ്റ് 2, റൈറ്റിൻ്റെ ഹൈറ്റ് -3 = -1. ഇൻബാലൻസുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 75 ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് 40 ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് 40. ഇപ്പോൾ ഞാൻ പ്രീവിയസ് ട്രീ അതുപോലെ വരയ്ക്കുകയാണ്. 70, 60, 50, 79, 76, 75, 78, 80. ഇനി നമ്മൾ 40 ഇൻസേർട്ട് ചെയ്യണം. 40 എന്ന് പറയുമ്പോൾ 70നെക്കാട്ടിയും ലെസ്സാണ്. അതുകൊണ്ട് 70ൻ്റെ ലെഫ്റ്റിൽ 60 ഉണ്ട്. 60നെക്കാട്ടിയും ലെസ്സാണ്. അപ്പോൾ 60ൻ്റെ ലെഫ്റ്റിൽ 60ന് 50 ഉണ്ട്. 50നെക്കാളും ലെസ്സാണ്. അപ്പോൾ 15ൻ്റെയും ലെഫ്റ്റിൽ. അപ്പോൾ ഇവിടെ വരും 40. ഇനി ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യാം. ഇവിടെ 0, ഇവിടെ 1 ആണ്, റൈറ്റിലൊന്നുമില്ല 1. 60 ആകുമ്പോൾ 2 ആണ്. 2 ഹൈറ്റ്, ലെഫ്റ്റിലെ ഹൈറ്റ് 2, റൈറ്റിലെ ഹൈറ്റ് 0, അപ്പോൾ 2. 75ൻ്റെ ലീഫ് ആയതുകൊണ്ട് 75ൻ്റെയും 78ൻ്റെയും 80യുടെയും ബാലൻസ് ഫാക്ടർ 0. 76ൻ്റെതെന്ന് പറയുമ്പോൾ 1 - 1, ലെഫ്റ്റിലത് റൈറ്റിലത് 1 - 1 = 0. 79 ആകുമ്പോൾ ലെഫ്റ്റിലെ ഹൈറ്റ് 2, റൈറ്റിലെ ഹൈറ്റ് 1, അപ്പോൾ 2 - 1 = 1. ഇനി 70ൻ്റെത് നോക്കുമ്പോൾ 3, ലെഫ്റ്റിലെ ഹൈറ്റ് 3, റൈറ്റിലെ ഹൈറ്റ് മാക്സിമം ഹൈറ്റും 3 തന്നെയാണ്. 3 - 3 0. ഇൻബാലൻസ് വന്നിരിക്കുന്നത് 60ലാണ്. ആ ഇൻബാലൻസ് ഏതാണ്? L ഇൻബാലൻസ് ആണ്. നമ്മൾ LL റൊട്ടേഷൻ ചെയ്യും. 70, 60 അല്ല, മീഡിയൻ ഏതാ? 50 ആണ് പാരൻ്റ് ആവുക. 40 will be the left child of 50 and 60 will be the right child of 50. And 70യുടേത് 79, 76, 76ൻ്റെ ലെഫ്റ്റ് ചൈൽഡ് 75, 76ൻ്റെ റൈറ്റ് ചൈൽഡ് 78, 79ൻ്റെ റൈറ്റ് ചൈൽഡ് 80. ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യാം. 0, 0, 0, 0. 76ൻ്റെതാകുമ്പോൾ 1 - 1 0. 80യുടേത് ലീഫ് നോഡ് ആയതുകൊണ്ട് 0. 79ൻ്റെ ലെഫ്റ്റ് ഹൈറ്റ് 2, 2 - 1, 2 - 1 = 1. 70ൻ്റെ ലെഫ്റ്റ് ഹൈറ്റ് 2, റൈറ്റ് ഹൈറ്റ് 3, 2 - 3 = -1. ഇൻബാലൻസുകളൊന്നുമില്ല. 40 ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ നമുക്കിനി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ 30 ഇൻസേർട്ട് ചെയ്തു. 30 ഇൻസേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇൻബാലൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ 30 ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത പിന്നെ 20 ആണ്. 20 ഇൻസേർട്ട് ചെയ്തു. 20 നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണിക്കാതിരുന്നത്. 30യുടെ ലെഫ്റ്റിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഇൻബാലൻസ് ഉണ്ട്. 40ൽ ഇൻബാലൻസ് ഉണ്ട്. അത് ലെഫ്റ്റ് ഇൻബാലൻസ് ആയതുകൊണ്ട് LL റൊട്ടേഷൻ ചെയ്തു. ആൻഡ് പിന്നെ നമ്മൾ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിച്ചപ്പോൾ ബാലൻസ് ഫാക്ടറിലെ വേരിയേഷൻ 0 - 1 0 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ തന്നെയാണ് ബാലൻസ് ഫാക്ടറിൻ്റെ റേഞ്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഏബിൾ ട്രീ കിട്ടി. നമ്മൾ നോട്ട്സിന് ഇൻസേർട്ട് ചെയ്തു. ഒരു ഏബിൾ ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇതാണ് ഏബിൾ ട്രീയിലെ ഇൻസേർഷൻ. നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നത് ഏബിൾ ട്രീയുടെ ഡിലീഷനുമായിട്ടാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് ആൻസേഴ്സ് വേണമെങ്കിലോ യു ക്യാൻ കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.